വെൽക്കം ടു സ്റ്റഡി വിത്ത് സ്മൈൽ PSC. നമ്മൾ ഈ തമ്പനയിൽ കണ്ടതുപോലെ തന്നെയാണ് വരുന്ന LDC പരീക്ഷയുടെ പ്രതീക്ഷിത ഒഴിവുകളാണ് 12,000 എന്ന് പറയുന്നത്. അപ്പം ഈ 12,000 എന്ന് പറയുന്ന ഒഴിവ് ഞാൻ ഒന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കീറി മുറിച്ച് കഴിഞ്ഞാൽ ഒരു 300-ൽ നിങ്ങളെ എത്തിച്ചു തരാം. നെഗറ്റീവായിട്ട് കാണരുത്. നമ്മൾ പരീക്ഷ എത്രത്തോളം സീരിയസ് ആയിട്ട് പഠിക്കണം എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഈ 12,000 ഒഴിവ് എന്ന് പറയുന്നത് ഒരു വലിയ ഒഴിവായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് അത്ര ഒരു ലാഘവത്തോടു കൂടി പരീക്ഷ നേരിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞു തരുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനുമായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻറ്റുകൾ, നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻറ്റുകളാണ് നമുക്ക് ഓരോ തെറ്റിത്തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻറ്റും പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ്, അതാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് തമ്പനയിൽ കണ്ട പ്രതീക്ഷിത ഒഴിവുകളിലേക്ക് പോകാം. പക്ഷേ ഈ പ്രതീക്ഷിത ഒഴിവുകളിലേക്ക്, ആ ഒരു LDCയുടെ പ്രതീക്ഷിത ഒഴിവുകളിലേക്ക് പോകുന്നതിന് മുൻപേ നമ്മൾ ഇതിനു മുമ്പ് വളരെ പ്രതീക്ഷയോടെ കണ്ട യൂണിവേഴ്സിറ്റി LGS പരീക്ഷയുടെ പ്രതീക്ഷിത ഒഴിവുകൾ 1000, ഞാനടക്കമുള്ള യൂട്യൂബ് ചാനലുകൾ 1000+ വേക്കൻസികൾ പറഞ്ഞിട്ട് വെറും 200-250 വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് നമുക്ക് അന്ന് ആ ഒരു 1000+ വാർത്ത അല്ലെങ്കിൽ ആ ഒരു ന്യൂസ് നമുക്ക് കിട്ടിയത് എവിടെ നിന്നാന്ന് നോക്കാം. അന്നും ഇതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിലും ഓൺലൈൻ മീഡിയസിലൊക്കെ വന്നതാണ് വാർത്ത. അപ്പോൾ ഞാൻ അന്ന് എടുത്ത് വെച്ചൊരു പത്രവാർത്ത നിങ്ങൾ ഇതിനോടൊപ്പം കാണിക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി LGSൻ്റെയാണ്. അതുപോലെ തന്നെ ഓൺലൈനിൽ വന്നൊരു വാർത്തയും ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം. അന്ന് ഇതുപോലെ കേരള PSC യൂണിവേഴ്സിറ്റി LGSൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്തുള്ള വാർത്തയാണിത്. ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്നതാണ്. പ്രതീക്ഷിത ഒഴിവുകൾ 1000+ ആണ് അപേക്ഷ. പിന്നെ അതിൻ്റെ അപേക്ഷ നമ്മളിരിക്കുന്നത് അന്ന് വന്നതിനാണ്. ഞാൻ അന്ന് എടുത്ത് വെച്ചിരുന്നതാണ്. കാരണം അന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്തപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരുന്നു. അന്ന് പ്രതീക്ഷിത ഒഴിവുകൾ 1000+ ആണ് പറഞ്ഞിരുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോൾ 209 ഒഴിവുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. LDCക്ക് അങ്ങനെ ഒരു ഇതുണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. കാരണം കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൻ്റെ നിലവിലെ എത്ര പേരെ നമ്മൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ കാലാവധി തീരുന്നതൊക്കെ ഞാൻ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ. സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി LGSൻ്റെ അന്ന് നമ്മൾ കേട്ടറിഞ്ഞതും ഇത് തന്നെയാണ്, പ്രതീക്ഷിത ഒഴിവുകൾ 1000+. ഇതുപോലെ തന്നെ പത്രത്തിലും വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു നോട്ടിഫിക്കേഷനും അതിൻ്റെ വേക്കൻസിയെ പറ്റി. ആ ഒരു പത്ര കട്ടിങ്ങും എൻ്റെ കയ്യിലുണ്ട്. ആ പത്ര കട്ടിങ് ഞാനൊന്ന് കാണിച്ചു തരാം. അന്ന് വന്ന പത്രവാർത്തയും ഇത് തന്നെയായിരുന്നു. വലിയ പ്രതീക്ഷാ കേന്ദ്രമായി മാറുകയാണ് PSC യൂണിവേഴ്സിറ്റി അസിസ്റ്റൻസ് തസ്തികയിലുള്ള വിജ്ഞാപനത്തിന് പുറമെ തന്നെ യൂണിവേഴ്സിറ്റികളിലെ ലാസ്റ്റ് ഗ്രേഡ് തസ്തികകളിലേക്കുള്ള നിയമനത്തിനും PSC വിജ്ഞാപനം പുറപ്പെടുവിച്ചെന്നും അങ്ങനെ അതിലെ ലാസ്റ്റ് ഗ്രേഡ് തസ്തികകളുടെ തിരഞ്ഞെടുപ്പിന് ആദ്യമായാണ് PSC വിജ്ഞാപനം വരുന്നത്. കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള 14 യൂണിവേഴ്സിറ്റികളിലായി 1000-ലേറെ ലാസ്റ്റ് ഗ്രേഡ് ഒഴിവുകൾ വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അന്നും ഇത് തന്നെയായിരുന്നു, പ്രതീക്ഷിത ഒഴിവുകളായിരുന്നു. 14 യൂണിവേഴ്സിറ്റികളിലെ, വീണ്ടും ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം, 1000-ലേറെ ഒഴിവുകൾ. പക്ഷേ നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്തുകൊണ്ട് 209 ഒഴിവുകൾ മാത്രമാണ് റിപ്പോർട്ടായിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ലിസ്റ്റിന് വരുന്നതിന് മുമ്പേ കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഫീൽഡ് വർക്ക്, മറ്റു കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ കുറേ വീഡിയോകളിൽ പറയുന്നത് പോലെ നമ്മൾ അടുത്തുള്ള യൂണിവേഴ്സിറ്റികളൊന്ന് കയറി ഇറങ്ങുക. അപ്പോൾ അറിയാൻ പറ്റും എത്ര താൽക്കാലികക്കാർ ജോലി ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പം നല്ല രീതിയിലൊന്ന് ഫീൽഡ് വർക്ക് ചെയ്യുന്നതിനൊരു ടീമുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഗ്രൂപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരാണെങ്കിൽ ഇത് കാണുക. അതുപോലെ തന്നെ ഞാൻ ആ ഒരു വീഡിയോ കാണണമെന്നില്ല, പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, ഫീൽഡ് വർക്ക് മസ്റ്റായിട്ട് നമ്മളെ ഒരു ഗ്രൂപ്പല്ല, അല്ലെങ്കിൽ തന്നെ നമ്മളെ അടുത്തുള്ള യൂണിവേഴ്സിറ്റികളിലേക്കൊന്ന് പോയി അന്വേഷിക്കുക. അത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടുത്തെ എന്താണ് അവരുടെ ഒരു മനോഭാവമെന്നും അതുപോലെ തന്നെ അവിടെ എത്ര പേര് താൽക്കാലികമായി ജോലി ചെയ്യുന്നുണ്ടോ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ പറ്റും. ഈ പറയുന്ന 1000-ലേറെ ഒഴിവ് നമ്മൾ കണക്കാക്കി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. പക്ഷേ അത് റിപ്പോർട്ട് ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ളൊരു വലിയ കടമ തന്നെയാണ്. അപ്പോൾ അന്ന് നമ്മൾ അറിഞ്ഞതും ഇതുപോലെ തന്നെ പ്രതീക്ഷിത 1000-ലേറെ ഒഴിവുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ വാർത്തയുടെ സത്യസന്ധത എത്രമാത്രമായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നിരുന്നാൽ കൂടെ ഇപ്പോൾ ഈ വന്ന 12,000-ലധികം ഒഴിവുകളെന്ന് പറഞ്ഞു വന്ന് ആ ഒരു ഒഴിവിനെ നമുക്ക് ഒന്ന് കീറി മുറിച്ച് കഴിഞ്ഞാൽ എത്ര റാങ്കിനുള്ളിൽ വന്നാൽ നിങ്ങൾക്ക് ജോലി വാങ്ങാം എന്നുള്ളത് ആ ഒരു ഒഴിവ് കണക്കാക്കി, അതായത് ആ 12,000+ ഒഴിവ് കണക്കാക്കിയാൽ എത്ര ഒഴിവിൽ വന്നാൽ നിങ്ങൾക്ക് ഏത് റാങ്കിൽ വന്നാൽ എങ്ങനെ ജോലി കിട്ടും, അല്ലെങ്കിൽ ഏത് റാങ്കിൽ വന്നാലാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ ആണല്ലോ എല്ലാവരും? അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, പത്രവാർത്ത ഇങ്ങനെയായിരുന്നു. LD ക്ലർക്ക് പരീക്ഷ ജൂലൈയിലും അതുപോലെ തന്നെ പ്രതീക്ഷ ഒഴിവുകളെന്ന് പറയുന്നത് 12,000+ ഒഴിവുകളാണ് എന്നുള്ളത്. ഈ ഒഴിവുകളിലേക്ക് പോകുന്നതിന് മുമ്പ് നിലവിലുള്ള ലിസ്റ്റിൽ എത്ര പേർക്ക് നിയമനം കൊടുത്തു, അല്ലെങ്കിൽ നിലവിലുള്ള ലിസ്റ്റിൻ്റെ കാലാവധി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ, അതായത് നിലവിലെ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുന്നത് 2025 ജൂലൈ 31-നാണ്. അതുകൊണ്ട് തന്നെ 2025 ഓഗസ്റ്റ് 1-ന് പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണമെന്ന് തന്നെയാണ് കണക്കുകൾ. നമ്മുടെ ഇപ്പോഴത്തെ നിയമന കാര്യങ്ങളൊക്കെ വളരെ വളരെ കഷ്ടമാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ CPO റാങ്ക് ലിസ്റ്റിൻ്റെ സമരവും അതനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും ഇപ്പോൾ പുതിയതായി നിലവിൽ പുറത്തിറക്കിയ CPOയുടെ റാങ്ക് പട്ടികയുടെ ചുരുക്കവും ഒക്കെ നമ്മളെ വല്ലാണ്ട് ടെൻഷൻ അടുപ്പിക്കുന്ന കാര്യമാണ്. എന്നിരുന്നാൽ കൂടെ
പുതിയ റാങ്ക് ലിസ്റ്റ് 2025 ഓഗസ്റ്റ് 1 നിലവിൽ വരണം എന്നുള്ളതാണ്. ഇപ്പം നിലവിലെ റാങ്ക് ലിസ്റ്റിൽ ആകെ ഉള്ളവർ എന്ന് പറയുന്നത് 23,518 പേരാണ് നിലവിൽ റാങ്ക് ലിസ്റ്റിൽ ഉള്ളത്. ഇതുവരെ നിയമന ശുപാർശ അയച്ചത് 6,296 പേർക്കാണ് ഇതുവരെ നിയമന ശുപാർശ അയച്ചിരിക്കുന്നത്. ഇതിന് മുന്നേ നടന്ന, അതായത് കഴിഞ്ഞ ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിലവിലല്ല, അതിന് മുന്നേ ഉള്ള ലിസ്റ്റിൽ 12,000 പേർക്ക് ജോലി കൊടുത്തു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഈ 6,296 എന്ന് പറയുന്നത് നിലവിലെ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുന്നത് 2025 ജൂലൈ 31 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നിലവിൽ വന്നത് 2022 അല്ലേ. 2022 ഓഗസ്റ്റ് 1 ഇത് നിലവിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് 3 വർഷം കഴിഞ്ഞിട്ട് 23, 24, 25 വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്കിനി ലിസ്റ്റ് കാലാവധി അവസാനിക്കുന്നതിനായിട്ട് നമ്മുടെ മുന്നിലുള്ളത് വെറും 1 വർഷവും അതുപോലെ തന്നെ 4 മാസം, അതായത് 16 മാസം മാത്രമാണ് അതിൻ്റെ കാലാവധി അവസാനിക്കാനായിട്ട് നമ്മുടെ മുന്നിലുള്ളത്. 1 വർഷവും 4 മാസവും മാത്രമാണ്. കഴിഞ്ഞിരിക്കുന്ന സമയം നോക്കുകയാണെങ്കിൽ 1 വർഷവും 8 മാസം. അങ്ങനെ 1 വർഷം 8 മാസവും കൊണ്ടാണ് 6,296 പേർക്ക് നിയമനം കൊടുത്തിരിക്കുന്നത്. ഇനി വരുന്ന 1 വർഷവും 4 മാസവും കൊണ്ട് എത്ര പേർക്ക് നിയമനം കൊടുക്കുമെന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് വളരെ ബുദ്ധിമുട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടെ അതിന് മുന്നത്തെ വർഷങ്ങളിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന 12,000 എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ലിസ്റ്റിൽ നിന്നും അത്രയും പേർക്ക് തന്നെ ജോലി കിട്ടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. കാരണം ഇനി വരുന്ന പരീക്ഷകളിലും ഈ പറഞ്ഞ 12,000+ ഒഴിവുകൾ നമുക്ക് ലഭിക്കണമെന്നുള്ളതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 12,000+ ഒഴിവിനെ എങ്ങനെയാണ് കീറിമുറിച്ച് അല്ലെങ്കിൽ ആദ്യ റാങ്കുകളിൽ നിങ്ങളെ എത്തിക്കുന്ന രീതിയിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ എത്തണം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് പോകാം. മക്കളെ, LDC പോലൊരു പരീക്ഷയ്ക്ക് ഈ പറഞ്ഞ 12,000 വേക്കൻസി ഒരു വലിയ വേക്കൻസി ആയിട്ടൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. കാരണം പരീക്ഷയെ വളരെ സീരിയസ് ആയിട്ട് നേരിടുന്ന ഒരു വ്യക്തിക്ക് അറിയാൻ പറ്റും ഈ 12,000 വേക്കൻസി അത്ര വലിയ വേക്കൻസി അല്ല എന്നുള്ളത്. ഈ 12,000 വേക്കൻസി പറഞ്ഞിരിക്കുന്നത് 14 ജില്ലകൾക്ക് വേണ്ടിയിട്ടാണ്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ 12,000 വേക്കൻസി നമ്മൾ 14 ജില്ലകളിലേക്ക് കണക്കൂട്ടി നോക്കുകയാണെങ്കിൽ ഏകദേശം 857 വേക്കൻസിയാണ് ഒരു ജില്ലയിലേക്ക് വരുന്നത്. പക്ഷേ ഈ ഒരു ജില്ലയിലേക്ക് 857 വേക്കൻസി വരുമോ എന്നൊന്നും നമുക്ക് ഉറപ്പില്ല. കാരണം തിരുവനന്തപുരം പോലുള്ള ജില്ലകളിൽ ഒരു പക്ഷേ ഇതൊരു 1000+ മുകളിൽ പോകാം. അതുപോലെ തന്നെ വയനാട്, കാസർഗോഡ് പോലുള്ള, ഇടുക്കി പോലുള്ള ജില്ലകളിൽ ഇതൊരു 200-നകത്ത് നിൽക്കുകയും ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ 12,000 കറക്റ്റായിട്ട് 14 ജില്ലകളിലേക്കും കൊടുക്കുകയാണെങ്കിലാണ് ഞാൻ പറഞ്ഞത് 857 വേക്കൻസി എന്ന് പറയുന്നത് ഓരോ ജില്ലയ്ക്കും ആ ഒരു കണക്കിൽ വെച്ച് നോക്കുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ഈ 857 ഒരു ജില്ലയ്ക്ക് ലഭിക്കുമെന്ന് വെക്കുക. ഒരു ആവറേജ്, ഒരു മീഡിയം നിൽക്കുന്ന ഒരു ജില്ലയ്ക്ക് 857 വേക്കൻസി ഉണ്ട്. നമ്മൾ പറഞ്ഞ തിരുവനന്തപുരം പോലുള്ള ജില്ലകളിൽ 1000+, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഇടുക്കി, വയനാട് ജില്ലകളിലേക്ക് 200. എന്നാൽ നമുക്കൊരു ആവറേജ് വെച്ച് പിടിച്ച് തന്നെ പോയി കഴിഞ്ഞാൽ 857 ഒരു ജില്ലയിലേക്ക് വരുന്ന വേക്കൻസി. ഈ 857 റാങ്ക് തന്നെ നമുക്ക് സേഫ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ആവറേജ് 857 എന്ന് പറയുന്നത് സേഫ് ആണോ എന്ന് നോക്കാം. ഈ 857 നമുക്ക് എന്ത് വരുന്നുണ്ട്? കാറ്റഗറി വൈസ് നമുക്ക് റിസർവേഷൻ വരുന്നുണ്ട് അല്ലേ. അത് പണ്ടായിരുന്നെങ്കിൽ 50-50 ആയിരുന്നു. അതായത് 50% ഓപ്പൺ കാറ്റഗറിക്കും മറ്റേ 50% റിസർവേഷൻ. എന്നാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ 50% റിസർവേഷന് പോകും. അതുപോലെ തന്നെ 10% EWSനും ബാക്കി 40% മാത്രമാണ് ഓപ്പൺ കാറ്റഗറിയിൽ പോകുന്നത്. ഇപ്പോൾ ഒരു 10% EWSനും ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാവർക്കും കൂടെ ഒരു 50% ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 857 ഈ 50%-ൽ 428 എന്ന് പറയുന്നത് ഈ റിസർവേഷനകത്ത് പോവുകയാണ്. പിന്നെ ബാലൻസ് നിൽക്കുന്ന 428, നമുക്ക് ആ ഒരു പോയിന്റ് വിട്ടിട്ട് 428 പിടിക്കാം. ഇപ്പുറം വരുമ്പോൾ 429 ഈ 429-ൻ്റെ 10%-മാണ് EWSന് പോകുന്നത്. 429-ൻ്റെ 10% 42.9 വരും. നമുക്കതിൽ 43 എന്ന രീതിയിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെയാണെങ്കിൽ ഓപ്പൺ കാറ്റഗറിയിൽ 386 വേക്കൻസിയാണ് ഓപ്പൺ കാറ്റഗറിയിൽ വരുന്നത്. നമ്മൾ എവിടെ നിന്നെയാണ്? 12,000+ ഒഴിവ് നിന്നെയാണ് ഒരു വലിയ ഹ്യൂജ് വേക്കൻസി കണ്ടതാണ്. അവിടെ നിന്ന് ഒരു ഓപ്പൺ കാറ്റഗറിയിലേക്കാണ് എന്നുണ്ടെങ്കിൽ ഒരു 386 റാങ്കിനകത്ത് നിങ്ങൾ എത്തണം. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇതൊരു ആവറേജ് പിടിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഒരു പക്ഷേ ഈ പറഞ്ഞ കാസർഗോഡ്, ഇടുക്കി, വയനാട് നിയമനം വളരെ കുറഞ്ഞ ഈ ജില്ലകളിൽ 386 പോലും നമുക്ക് സേഫല്ല. പക്ഷേ തിരുവനന്തപുരം പോലുള്ള ജില്ലകളിൽ 500-ന് പുറത്ത് വന്നാലും നമ്മൾ സേഫാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കണം. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവുന്നതിന് വേണ്ടി ഒരു ആവറേജ് പിടിച്ചിട്ടാണ് ഈ പറയുന്നത്. 386 ഒരു ഓപ്പൺ കാറ്റഗറിയിലേക്ക് നമുക്ക് സേഫായിട്ടുള്ളൊരു സേഫ് സോണെന്ന് നമുക്ക് പറയാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ അതായത് 2 രീതിയിലാണ് ഇതിൻ്റെ റിസർവേഷൻ വരുന്നത്. അതായത് LGS വരുന്നുണ്ട്, അതുപോലെ തന്നെ അതർ ദാൻ LGS എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ റിസർവേഷൻ്റെ ചാർട്ടും അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. നമ്മളത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെയാണ് റിസർവേഷൻ, എങ്ങനെയാണ് റൊട്ടേഷൻ വരുന്നത് എന്നുള്ളത്. ഇപ്പം നിലവിലെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ
386 തന്നെയാണ് സേഫ് സോൺ എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ റിസർവേഷൻ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഇപ്പോൾ EWSൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ 10% നമ്മൾ എടുത്തത് അല്ലേ. ഈ 10% എടുക്കുമ്പോൾ ഈ 43, അതായത് 386 കൂടെ ഒരു 43 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര, ഒരു 420 ആ ഒരു റേഞ്ചിൽ വരും. അങ്ങനെ നമ്മളുടെ ഓരോ ഇതിപ്പോൾ 10% എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ 50-ൽ നിന്നാണ് 10 എടുത്ത് കൊടുത്തത്. ഓക്കെ, പക്ഷേ പല കാറ്റഗറിക്കും 14%, 12% നമുക്ക് റിസർവേഷൻ വരുന്നത്. അതുപോലെ തന്നെ 1% റിസർവേഷനുള്ള കാറ്റഗറി ഉണ്ടാകും. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ആ ചാർട്ടിനെ പറ്റി അറിയാമെന്നുണ്ടെങ്കിൽ ഓക്കെ, അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. ഞാൻ ആ ചാർട്ട് വെച്ചിട്ട് റൊട്ടേഷൻ എങ്ങനെ വരുന്നതെന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ ചുരുക്കം പറഞ്ഞു വന്നാൽ നമ്മൾ നേരത്തെ കണ്ട് അല്ലേ വണ്ടടിച്ചിരുന്ന ഈ 12,000 എന്ന് പറയുന്ന വേക്കൻസിയിൽ നിന്ന് ഓപ്പൺ കാറ്റഗറിയിലേക്ക് മാത്രമായി മത്സരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ഉണ്ടെങ്കിൽ 386 എന്ന് പറയുന്ന ഒരു സേഫ് സോണിലേക്ക് ഒരു ആവറേജിൽ നമ്മൾ എത്തണം എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ പരീക്ഷ എഴുതുന്ന ജില്ല അനുസരിച്ച് ഈ 386 ഒരു 100 റാങ്ക് മുകളിലേക്കോ അല്ലെങ്കിൽ 100 റാങ്ക് താഴേക്കോ വന്നാലും നമ്മൾ സേഫ് സോണിൽ നിൽക്കും എന്നുള്ളതാണ്. ഞാനീ പറയുന്ന ഒരിക്കലും ഒരു നെഗറ്റീവ് നിങ്ങളെ ബാധിക്കാൻ വേണ്ടിയിട്ടല്ല. എത്രമാത്രമാണ് ഈ ഒരു LDC പരീക്ഷയുടെ കോമ്പറ്റീഷൻ എന്ന് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു 12,000 വെട്ടിച്ചുരുക്കി 386 എത്തിച്ചത്. കാരണം അത്രമാത്രം നമുക്കൊരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്ര ആ ഒരു റാങ്കിൽ വന്നാൽ മാത്രമാണ് നമ്മൾ സേഫ് സോൺ എന്നുള്ളത് നിങ്ങളൊന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. പിന്നെ ഈ പറഞ്ഞ 12,000 വേക്കൻസി നമുക്ക് ലഭിക്കുമോ എന്നൊക്കെ പലരും ഇപ്പം വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യും. കാരണം നമ്മുടെ യൂണിവേഴ്സിറ്റി LGSൻ്റെ നേരത്തെയും ഇതുപോലെ തന്നെ 1000 വേക്കൻസി പറഞ്ഞാൽ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതും ഈ പറഞ്ഞ 12,000 നമുക്ക് കിട്ടുമോ. ഇതിന് മുമ്പ്, അതായത് ഇപ്പം നിലവിലുള്ളതല്ല, അതിന് മുമ്പത്തെ ലിസ്റ്റിൽ 12,000 പ്ലസ് വേക്കൻസിയിൽ അഡ്വൈസ് അയച്ചിരുന്നു എന്നുള്ള കണക്ക് ഞാൻ കാണിച്ചിരുന്നു. ഇപ്പോൾ നിലവിൽ 6,000 പ്ലസ് അയച്ചിട്ടുണ്ട്. ഇനി വരുന്ന ബാക്കിയുള്ള 1 വർഷവും 4 മാസമുണ്ട്. അതിലുള്ള എത്രമാത്രം പോകുന്നതെന്ന് നമുക്ക് നോക്കാം. പക്ഷേ ഇതും ഒരു 3 വർഷത്തെ ലിസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയാണല്ലോ നമ്മൾ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വരുന്ന റാങ്ക് നമ്മളെപ്പോഴും, ഞാൻ പറഞ്ഞില്ല, എപ്പോഴും സേഫ് സോണായിട്ട് നമ്മൾ ഈ ഒരു ചെറിയ റാങ്കിനുള്ളിൽ തന്നെ നമ്മൾ വരാൻ ശ്രമിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത റൊട്ടേഷന് വേണ്ടി കാത്തു നിൽക്കണം, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ളവൻ മറ്റൊരു ജോലിക്ക് വേണ്ടി പോകുന്നതിന് കാത്തു നിൽക്കണം. അങ്ങനെ കുറേ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പഠിക്കുമ്പോൾ എന്തായാലും മാക്സിമം എഫേർട്ടിട്ട് പഠിച്ചിട്ട് ഒരു ചെറിയ റാങ്കിൽ തന്നെ വരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായാലോ, കാര്യങ്ങളുടെ കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ റാങ്കിൽ എത്തണം എന്നുള്ളതൊക്കെ മനസ്സിലായി. ഞാൻ ഇപ്പോഴും പറയുന്നത് ഞാനിതൊരു നെഗറ്റീവല്ല, നമ്മൾ മുന്നോട്ട് പോസിറ്റീവായി നല്ല രീതിയിൽ ശക്തമായി തന്നെ പഠിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി മാത്രമാണ് ഞാനത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ ഞാനിപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ എൻ്റെ അറിവിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്കത് പറയുന്നത്. ഇതിൽ കൂടുതൽ എന്നെക്കാൾ വ്യക്തമായി അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ നമ്മളത് പിൻ ചെയ്ത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമ്മളത് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അപ്പം എല്ലാവരും നല്ലതുപോലെ പഠിക്കുക. ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവരും നല്ലതുപോലെ പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ഓക്കെ, ബൈ, താങ്ക് യു.